ഹായ്. വൈറ്റ് റൈസ് ആൻഡ് ബ്രൗൺ റൈസ് കേട്ടിട്ടുണ്ടാകും. ബ്രൗൺ റൈസ് ആണ് നല്ലതല്ലേ? ബ്രൗൺ റൈസിൽ ധാരാളം ന്യൂട്രിയൻസ് ഉണ്ട്. പക്ഷെ എന്തുകൊണ്ടാണ് നമ്മൾ ഈ ബ്രൗൺ റൈസിനെ നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താത്തത് വൈറ്റ് റൈസിന് പകരം? ഒന്നാമത്തെ കാര്യം ചിലപ്പോൾ നിങ്ങൾ പറയും ബ്രൗൺ റൈസിന് വില കൂടിയതുകൊണ്ടാണ്. പക്ഷെ അത് മാത്രമല്ല, ബ്രൗൺ റൈസിൽ ധാരാളം ന്യൂട്രിയൻസ് അടങ്ങിയിട്ടുണ്ട്. സോ ന്യൂട്രിയൻസ് അധികമായാലും ശരീരത്തിന് കേടാണ്. അപ്പോൾ ബ്രൗൺ റൈസും വൈറ്റ് റൈസും എടുത്താലും രണ്ടിനും ഏകദേശം കണ്ടൻസ് ഏകദേശം സെയിം തന്നെ ആയിരിക്കും. പക്ഷേ അളവിലാണ് അവരുടെ വ്യത്യാസം. സോ ബ്രൗൺ റൈസ് എന്ന് പറയുന്നത് എന്നും കഴിക്കാൻ യോജിച്ച ഒന്നല്ല. അതേസമയം വൈറ്റ് റൈസ് ആണെങ്കിൽ ന്യൂട്രിയൻസ് ഒത്തിരി ഇല്ല, നമുക്ക് ആവശ്യമുള്ള ന്യൂട്രിയൻസ് അല്ലേ ഉള്ളൂ. അപ്പോൾ അളവിലാണ് കാര്യം. ഒത്തിരി വൈറ്റ് റൈസ് കഴിക്കാതെ അളവ് കുറച്ച് നമ്മുടെ പോർഷൻ സൈസ്, സെർവിങ് സൈസിലാണ് കാര്യം. സെർവിങ് സൈസ് കുറച്ച് കഴിച്ചാൽ എന്തുകൊണ്ടും എന്നും കഴിക്കാൻ നല്ലത് എന്ത് തന്നെ ആയിരിക്കും? വൈറ്റ് റൈസ് തന്നെ ആയിരിക്കും.